Exchange Desert Scan brought to you by Kshetra. കീഴടക്കലിൻ്റെ പുരാവൃത്തവുമായി ഭാരതത്തിലെത്തിയ അലക്സാണ്ടർ ചക്രവർത്തി ഝലം നദിക്കരയിൽ ഒരു നഗ്നസന്യാസിയെ പരിചയപ്പെടുന്നു. ഞാൻ ലോകം കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവൻ, അലക്സാണ്ടർ സ്വയം പരിചയപ്പെടുത്തി. ലോകം കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട താങ്കൾ സ്വന്തം മനസ്സിനെ കീഴടക്കിയിട്ടുണ്ടോ? സന്യാസി ചോദിച്ചു. അലക്സാണ്ടർ നിശബ്ദനായി. സ്വന്തം മനസ്സിനെ കീഴടക്കാൻ കഴിയാത്ത ഒരാൾക്ക് ലോകം കീഴടക്കിയിട്ട് എന്ത് കാര്യം? സന്യാസി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇത്രയും പറഞ്ഞത് ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനാണ്. പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന പലരും സ്വകാര്യ ജീവിതത്തിൽ ഒരു പരാജയമാകുന്നത് കാണാം. എന്നാൽ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ലോകത്തിന് മാതൃകയാകുന്ന പലരെയും നമ്മൾ തിരക്കിനിടയിൽ ശ്രദ്ധിക്കാതെയും പോകുന്നു. 34 വർഷമായി ദിവസേന 80 സിഗരറ്റ് എന്ന തോതിൽ നിക്കോട്ടിൻ എന്ന മാരക വസ്തു ഉള്ളിലേക്കെടുത്ത തിലകൻ എന്ന മനുഷ്യൻ ആ ശീലം ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിച്ച് പുറത്തു വന്നത് നിശബ്ദമായ ഒരു കീഴടക്കലിൻ്റെ സ്വകാര്യ ഇതിഹാസമാണെന്ന് പറയാതെ വയ്യ. ഞാൻ 14 വയസ്സിൽ ഞാൻ സിഗരറ്റല്ല, അന്ന് ബീഡിയാണ് ഫസ്റ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എൻ്റെ അച്ഛൻ്റെ ബീഡി ഞാൻ കട്ടെടുത്തിട്ട്, ആപ്പിൾ ബീഡി കട്ടെടുത്തിട്ടാണ് ഫസ്റ്റ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് ഇങ്ങനെ ഇടയ്ക്കിട്ട് തുടർന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിട്ട് കട്ട് വലിക്കും. പിന്നെ എവിടെ നിന്നെങ്കിലും കാശ് കിട്ടുമ്പോൾ അത് സിഗരറ്റല്ല, അന്ന് ബീഡിയാണ് വലിക്കുക. ബീഡി ആപ്പിൾ ബീഡി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കാജാ ബീഡിമേക്ക് ഇതായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സിഗരറ്റുമേക്ക് വന്നു. അന്ന് ഞാൻ വലിക്കുമ്പോൾ സിഗരറ്റ് ചാർമിനാർ, ആ സിഗരറ്റായിരുന്നു അന്ന് വലിച്ചത്. അത് കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ ഈ ബോംബെ പോയി. ബോംബെയിൽ വന്ന് അവിടുന്ന് ഈ സിഗരറ്റ് സിസേഴ്സ് വലിച്ചു തുടങ്ങി. അവിടുന്ന് അങ്ങനെ ബെർലിനിൽ വന്നു. ബെർലിനിൽ വന്നപ്പോൾ ഞാൻ റോത്തമൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ റോത്തമൻ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഒരു പാക്കറ്റ് വലിക്കും, 20 എണ്ണം, ഒരു പാക്കറ്റിൽ 20 എണ്ണം. പിന്നെ അത് 2 പാക്കറ്റായി, പിന്നെ അത് 3 പാക്കറ്റായി, പിന്നെ 4 പാക്കറ്റായി. ചെയിൻ സ്മോക്കറായി. സിഗരറ്റ് നിർത്തണമെന്ന് ശ്രീ തിലകന് തോന്നിയത്? ഇത് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഉദ്ദേശം പറയുകയാണെന്ന് വെച്ചാൽ 2010 ആഗസ്റ്റ് 14 ഞങ്ങൾ എൻ്റെ വീട്ടിൽ രാത്രി, ഈ ആഗസ്റ്റ് 15 ആയതുകൊണ്ട് അന്നൊരു ഈ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന്, മിസ്റ്റർ കണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ഫ്രണ്ടാണ്. ആൾ വന്നിട്ട് അവൻ എപ്പോഴും പറയാം, അവൻ സിഗരറ്റ് വലിക്കില്ല, അവൻ എപ്പോഴും പറയായിരുന്നു സിഗരറ്റ് വലി നിർത്തണം. അപ്പം ഞാൻ പറഞ്ഞു കുറേശ്ശായിട്ട് നിർത്തണം. അന്ന് കണ്ണൻ കട്ടൻട്രി ആയിട്ട് പറഞ്ഞു, തിലകേട്ടന് സിഗരറ്റ് വലി നിർത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിർത്തും. അപ്പോൾ അന്ന് 1000 ദിനാറിന് അവൻ ബെറ്റ് വയ്ക്കാണ്, ഞാൻ സിഗരറ്റ് വലി ഒറ്റയടിക്ക് നിർത്തിയാൽ 1000 ദിനാറ് തരും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് എൻ്റെ കയ്യിൽ സിഗരറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നു, റോത്തമൻ്റെ. ആ പാക്കറ്റ് ഞാൻ ഷോ ചെയ്യാം. അതിൻ്റെ മുകളിൽ ഞാൻ ഡേറ്റ് എഴുതി, അതിൻ്റെ ഉള്ളിൽ സിഗരറ്റും ഉണ്ടായിരുന്നു. ആ ഡേറ്റ് എഴുതി എൻ്റെ കബോർഡിൻ്റെ മുകളിലേക്ക് ഇട്ടു. അന്ന് കട്ടൻട്രി ഒറ്റയടിക്ക് എൻ്റെ കണ്ണം പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ മുകളിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഈ സിഗരറ്റ് ആദ്യം ബാധിക്കുന്ന ഹാർട്ടിനെയാണ് ബാധിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ 30 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സ് ഇങ്ങനെയുള്ളവർ പെട്ടെന്ന് ചത്തുപോകുന്നുണ്ട്. ചത്തുപോകുന്ന വെച്ചാൽ എക്സ്പയറായിട്ട് പോകുന്നുണ്ട്. കാരണം ഇതിൻ്റെ മെയിൻ റീസൺ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയുന്നത്. അത് മെയിൻ റീസൺ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് പറയുന്നതല്ല, ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. ഇത് പിന്നെ കൊറോണറി ആർട്ടറീസ് ഉണ്ട്, ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന വെസൽസ്. അത് ഇങ്ങനെ ചുരുങ്ങിയിട്ട് ഹാർട്ടിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്നു. അത് വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് നിർത്താതെ വീണ്ടും സിഗരറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ അത് ഹാർട്ട് അറ്റാക്കിലേക്ക് മാറുന്നു. അത് ഹാർട്ടിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൂടാതെ ഇത് ലങ്സിനെ ബാധിക്കുന്നുണ്ട്. ലങ്സിന് എപ്പോഴും ഇത് സ്മൂത്ത് മസിൽ സ്പാസം ഉണ്ടാക്കുന്നുണ്ട്. നിക്കോട്ടിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ്, സിഗരറ്റിലുള്ള ഈ സബ്സ്റ്റൻസ് സ്മൂത്ത് മസിൽ സ്പാസം ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്മൂത്ത് മസിൽ സ്പാസം ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴും ചുമ വരുന്നുണ്ട്, ശ്വാസം കിട്ടാതെ വരുന്നുണ്ട്. ഇതിങ്ങനെ കൂടി ആസ്മ, പിന്നെ COPD, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ഇങ്ങനെയുള്ള പല ലങ്സിനെ സംബന്ധിച്ച ഡിസീസായിട്ട് പോകുന്നുണ്ട്. പിന്നെ വാസ്കുലർ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എസ്പെഷ്യലി കാലയിലാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. കാലയിൽ എപ്പോഴും വേദന വരിക, അവിടെ കൂടി രക്തോട്ടം കുറയുക, അപ്പോൾ അവിടെ അൾസർ വരിക, ഈ ലിംബ് ഒക്കെ കട്ട് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജിലേക്ക് വരെയും വരുന്നുണ്ട്. ഇത് പുകവലി കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ നമ്മൾക്ക് ഇനിയും പ്രത്യേകം ആരും പറഞ്ഞു തരണമെന്നില്ല.
എന്നാൽ ഒരു ശരാശരി പുകവലിക്കാരൻ ആ ദുശീലം ഉപേക്ഷിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന മാർഗങ്ങൾ പലതും നമ്മൾക്ക് അപരിചിതമായിരിക്കാം. ഓറൽ സബ്സ്റ്റിറ്റ്യൂട്ടായ നിക്കോട്ടിൻ ഗം, നിക്കോട്ടിക് പാച്ച് എന്നിവയുടെ ഉപയോഗം, അതുപോലെ തന്നെ ഹിപ്നോസിസ് ആൻഡ് അക്യുപഞ്ചർ, ബിഹേവിയർ തെറാപ്പി, മോട്ടിവേഷണൽ തെറാപ്പി തുടങ്ങിയവയൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ടുവരെ ഞങ്ങൾക്കറിയാം. നമ്മുടെ കേരളത്തിൽ പ്രകൃതിയുടെ സമവാക്യങ്ങൾക്ക് ചില തെറ്റലുകൾ വന്നതിൻ്റെ സൂചനകൾ ലഭിച്ചിട്ട് നാളുകളേറെയായി. കുടുംബ ബന്ധങ്ങൾ, ആത്മഹത്യാ നിരക്ക്, മദ്യാസക്തി, ഏറ്റവും ഒടുവിൽ കേട്ടുപരിചയമില്ലാത്ത നായവിരുദ്ധ പോരാട്ടവും. പ്രകൃതി അനുവദിച്ചു തന്ന ചില ബന്ധങ്ങളുടെ തനിയാവർത്തനങ്ങളിൽ എല്ലാമുള്ള പ്രത്യേകത അതൊരിക്കലും മനം മടുപ്പിക്കുന്നില്ല എന്നതാണ്. മനുഷ്യനും നായയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ തനിമയുടെ ചില നേർക്കാഴ്ചകൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് വെറും 8 മാസം കൊണ്ട് കേരളത്തിൻ്റെ തെരുവുകളിൽ 40,000 മനുഷ്യരെ തെരുവു നായ്ക്കൾ കടിച്ചു കീറി എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഇവിടെ തിലകൻ്റെ ഓഫീസ് കോമ്പൗണ്ടിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇതിൻ്റെ മറുപുറമാണ്, സ്നേഹത്തിൻ്റെ ഒരു പിന്നാമ്പുറം. ഇതൊരു പുതിയ അനുഭവമാണ്. എപ്പോഴാണ് ഇത് ആദ്യമായി തുടങ്ങിയത്? ഞാൻ ചുരുങ്ങിയത് ഒരു 15 കൊല്ലമായിട്ടുണ്ട് ഇത് തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ പെട്ടിയില്ലേ, അതെൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്കിട്ട് ട്രാവലിങ് ചെയ്യുന്ന കാരണമാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഭയങ്കര കെയറാണ്, മനുഷ്യനേലും കൂടുതൽ സ്നേഹമാണ് പട്ടികൾക്ക്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, വണ്ടി വരുമ്പോൾ, എൻ്റെ വണ്ടി വരുമ്പോൾ എല്ലാ പട്ടികളും വരും. എന്നും ഞാൻ ഇവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കും. അപ്പം നീ തിലകേട്ടൻ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ? ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരാളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ശിവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ശിവൻ ആള് എല്ലാ ദിവസവും കൊണ്ടുകൊടുക്കും. മൃഗങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യനോട് ഏറ്റവും അടുത്ത് ഇണങ്ങിയിടപഴകുന്ന നായ, തന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുക യുക്തിചിന്തകളുടെയും താത്വിക വിശകലനത്തിൻ്റെയും ഒന്നും അടിസ്ഥാനത്തിലല്ല. സ്നേഹം അവർക്ക് ഒരു അനുഭവമാണ്. തെരുവിൽ അലഞ്ഞു തിരയുന്ന നായകൾക്ക് ഭക്ഷണം നൽകി പരിപാലിക്കുന്ന തിലകൻ മൃഗസ്നേഹത്തിൻ്റെ ഒരു തികഞ്ഞ മാതൃകയാണ്. എത്ര പട്ടികളുണ്ടായിരുന്നു? മൊത്തത്തിൽ 10-20 പട്ടികളുണ്ടായിരുന്നു അവിടെ. അതിൽ ഇപ്പോൾ ഈ ചൂട് കാരണം കുറേ 3-4 ചത്തുപോയി. പിന്നെ ഞാൻ കെയർ ചെയ്യണ മാതിരി മറ്റുള്ളവർ കെയർ ചെയ്യില്ല. അത് ഞാൻ പുറത്ത് പോകുമ്പോൾ അവർ കെയർ ചെയ്യില്ല, അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഈ പട്ടികൾക്ക് ഏത് ക്ലൈമറ്റാണ് ശരിക്കും നല്ലത്? ശരിക്കും ഏറ്റവും നല്ല ക്ലൈമറ്റ് തണുപ്പാണ് അവർക്ക്. ഈ തണുപ്പ്, ഈ പട്ടീനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് വരുമ്പോൾ വളരെ സൈസായിട്ട് വരും. ഒരു ചുരുങ്ങിയതൊരു 60-70 കിലോ ഉണ്ടാവും. 70 കിലോയിലും മേലെ വരും ഈ ഇതിൽ കിടക്കുന്നത്. ഇതിനൊക്കെ പേരുകളുണ്ടോ? പേരുണ്ട്, എല്ലാത്തിനും പേരുണ്ട്. ഇതിന് അമ്മു, മറ്റേത് ജൂനിയർ അമ്മു, അതും എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്ന, പിന്നെ രാജു, അങ്ങനെ കുറേ പേരുകളുണ്ട് എല്ലാത്തിനും. തൻ്റെ യജമാനന്മാർ മരിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ ബഹ്റൈനിലെ ജീവിതം അവസാനിപ്പിച്ച് തിരികെ പോകുമ്പോഴോ ആണ് ഇവർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. മണിക്കൂറിൽ 100 കിലോമീറ്റർ അധികം വേഗത്തിൽ വാഹനങ്ങൾ പായുന്ന ഇവിടുത്തെ റോഡുകളുടെ നിയമങ്ങൾ ഈ വളർത്തുനായ്ക്കൾക്ക് പരിചിതമല്ല. അതുകൊണ്ട് തന്നെ തിലകൻ്റെ സ്നേഹക്കൂട്ടിൽ വന്നു പോകുന്ന പലർക്കും സ്ഥായിയായ പരുക്ക് പറ്റിയുള്ളതായി കാണാം. എന്നാൽ ഇവിടെ എന്നും ആഹാരവുമായി തങ്ങളെ തേടി വരുന്ന ഈ മനുഷ്യൻ്റെ സ്നേഹത്തിന് നിയമങ്ങളില്ല. അല്ലെങ്കിലും എന്നും സ്നേഹം അവസാനിക്കുന്നിടത്തു നിന്നാണല്ലോ നിയമങ്ങൾ ആരംഭിക്കുന്നത്. ബഹ്റിൻ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ ഖൽവിലെ പാട്ടുകൾ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. കൈരളി TV റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയരായ മാപ്പിളപ്പാട്ട് ഗായകരുടെ ഗാനങ്ങളും ഷംന കാസിമിൻ്റെ നൃത്തച്ചുവടുകളും തിരുവനന്തപുരം ലക്ഷ്യ സ്കൂൾ ഓഫ് ആർട്സിലെ കലാകാരികളും വേദിയിലെത്തി. മെഗാ ഷോയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം സൃഷ്ടിച്ച് കൈരളി TV ഒരുക്കിയ പട്ടുറുമാൽ ഖൽബിലെ പാട്ടുകൾ ഇസാടൗണിലെ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് നടന്നത്. ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. നിരവധി കലാകാരന്മാർ വേദിയിലെത്തിയ മെഗാഷോയിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അഭിമാന താരവും മലയാളത്തിൻ്റെ മഹാനടനുമായ മമ്മൂട്ടിയുടെ സാന്നിധ്യം ഷോയെ വേറിട്ടതാക്കി. നൃത്തവും സംഗീതവും ഹാസ്യവുമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഷോ ഒരുക്കിയത്.
കാണികളുടെ ആർപ്പുവിളികളും ആരവങ്ങളുമൊക്കെ മുഴങ്ങിയ നിമിഷമായിരുന്നു മഹാനടന്റെ ആഗമനം. ബഹ്റൈൻ ബൈക്കേഴ്സിന്റെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് മമ്മൂട്ടി വേദിയിലെത്തിയത്. ആധുനികമായ ലൈറ്റിംഗ് സംവിധാനങ്ങളും ശബ്ദവിന്യാസവുമൊക്കെ ഷോയുടെ മികവ് വർദ്ധിപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഇന്ത്യക്കാരനായ തൊഴിൽദാതാവായ ഡോക്ടർ രവി പിള്ളയെ കൈരളി TV ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. നടൻ സിദ്ദീഖിനെയും ചടങ്ങിൽ ആദരിച്ചു. കൈരളി TV MD ജോൺ ബ്രിട്ടാസ് ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങളെ അനുമോദിച്ചുകൊണ്ടുള്ള എറാം ഗ്രൂപ്പിന്റെ ഉപഹാരം ചടങ്ങിൽ വെച്ച് നടൻ മമ്മൂട്ടി ഏറ്റുവാങ്ങി. ഗായകരായ OU ബഷീർ, കുഞ്ഞുബായ്, സജില, ശ്രീകുട്ടി, MA ഗഫൂർ എന്നിവർ ഗാനങ്ങളുമായി വേദിയിലെത്തി. തടകിമണത്തെ സമയത്തിൽ ഉടനവനെത്തി മനസുള്ളി സരസിജമുത്തെ മധുരത്തെ കുസനുജമാല അവളുടെ കരമഹനൊക്കെ മറന്നിടും എന്നതുടെ ഹാല തടകിമണത്തെ സമയത്തിൽ ഉടനവനെത്തി മനസുള്ളി സരസിജമുത്തെ മധുരത്തെ കുസനുജമാല അവളുടെ കരമഹനൊക്കെ മറന്നിടും എന്നതുടെ ഹാല ഷംന കാസിമിന്റെ നേതൃത്വത്തിൽ ലക്ഷ്യ സ്കൂൾ ഓഫ് ഡാൻസിലെ കലാകാരികൾ ഒരുക്കിയ നൃത്തവിരുന്നും വേദിയിൽ അരങ്ങേറി. ഹ്രസ്വ സന്ദർശനത്തിനായി ബഹറിലെത്തിയ കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡെസേർട്ട് സ്കാന് നൽകിയ പ്രത്യേക അഭിമുഖം. ജീവമായ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്ന ഇലക്ഷൻ, കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, അതിനിടയിലാണ് വളരെ കാര്യമായിട്ട് ബഹറിലെത്തിയത്. എങ്ങനെ ഈ കോൺഗ്രസ് പുനഃസംഘടന സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ UDF നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പം എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ അതിലേക്കാണ്. കാരണം ഈ ഫസ്റ്റ് വീക്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുനഃസംഘടന അത് കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾ പ്രകടിപ്പിച്ചത്. കാരണം ഈ പല സ്ഥലങ്ങളിലും മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടില്ല, ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടില്ല, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ, ഇതെല്ലാം ഇനി ഈ സമയത്തെടുത്താൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അതിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെട്ടത്. ഈ ശക്തമായ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇല്ലാത്തൊരാൾ KPCC പ്രസിഡന്റായി വരുന്നത് പലപ്പോഴും അതിൻ്റെ സമവാക്യങ്ങളെ തെറ്റിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെല്ലാവരും യോജിച്ചല്ലേ പ്രവർത്തിക്കുന്നത്. പാർട്ടിക്കകത്ത് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. പഴയ കാലത്തെ പോലെ ഗ്രൂപ്പിൻ്റെ അതിപ്രസരമില്ല. പക്ഷേ ഗ്രൂപ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഗ്രൂപ്പുകളുമുണ്ട്. പക്ഷേ അതിപ്രസരം ഉണ്ടാവുകയും അത് സംഘടനയുടെ കെട്ടപ്പിനെ ബാധിക്കത്തക്ക നിലയിൽ പോകരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലവിൽ. രണ്ട് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരാൾ വരുന്നില്ലേ കുറച്ചുകൂടെ നല്ല, അല്ലെങ്കിൽ മൂന്നാമതൊരു ഗ്രൂപ്പിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്ന രീതിയിലേക്ക്? അല്ല, ആര് KPCC പ്രസിഡന്റ് ആണെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, അത് നമ്മളല്ലല്ലോ. ഈ ജേക്കബ് തോമസിനെ അദ്ദേഹത്തിൻ്റെ വിവാദം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അടുത്ത ദിവസം. അതൊരു വിവാദത്തിനപ്പുറത്ത് സത്യത്തിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ആ കാര്യത്തെപ്പറ്റി മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ കാര്യം ഞാനല്ല ക്യാബിനറ്റ് ഉന്നയിച്ചതുപോലെ, ക്യാബിനറ്റിൻ്റെ പൊതു ഒരു അഭിപ്രായമാണ്. ജനങ്ങൾക്ക് സർവീസ് നൽകാൻ വേണ്ടി, സേവനം നൽകാൻ വേണ്ടി കഴിയാത്ത വരുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു നിലപാട് എല്ലാവരും കൂടി എടുത്തത്. അതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഈ എപ്പോഴും ഒരു രണ്ടാമൂഴം എന്ന നോവൽ പോലെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു രണ്ടാമൻ എന്ന രീതിയിൽ അപ്പുറം ഒന്നാമനാകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം, താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സജ്ജീകരില്ല, അതിനെക്കുറിച്ച് ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മ്യൂസിക്കൽ റൈൻ സീസൺ 2 സ്റ്റേജ് ഷോയിൽ ഹാസ്യ സംഗീത നൃത്ത പരിപാടികളുമായി നിരവധി കലാകാരന്മാർ വേദിയിലെത്തി. ഇസാ ടൗൺ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഷോയിൽ പ്രശസ്ത സിനിമാ താരം മഞ്ജു വാര്യർ അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്തമായിരുന്നു പ്രധാന ആകർഷണം. MG ശ്രീകുമാർ, രഞ്ജിനി ജോസ് എന്നിവർ അവതരിപ്പിച്ച സംഗീത വിരുന്നും ശ്രദ്ധേയമായി. പൂർണ്ണമായും നാട്ടിൽ നിന്നെത്തിയ ഓർക്കസ്ട്രയുടെ പിന്നണി സംഗീതത്തിലായിരുന്നു ഷോ നടന്നത്. യുവാക്കളുടെ ഹരമായ നടൻ നിവിൻ പോളി, അജു വർഗീസ് എന്നിവരും വേദിയെ ധന്യമാക്കി. മിനി സ്ക്രീൻ താരങ്ങളായ അനീഷ്, അനു, വീണ, സെന്തിൽ തുടങ്ങിയവരും വിവിധ സ്കിറ്റുകൾ അവതരിപ്പിച്ചു.
പരിപാടിക്കിടെ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ വെച്ച് ചാരിറ്റി ഫണ്ടിലേക്കുള്ള വീതം ഗൾഫ് ദിവാനിയ ഹോട്ടൽ മാനേജ്മെന്റ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് റഫീഖ് കൈമാറി. മൊഹറക് MP ഇബ്രാഹിം ജുമാ, അലി മുഹമ്മദ് അലി ഹംദി, ഉമ്മുലസം MP അബ്ദുൾ റഹ്മാൻ, റഷീദ് A കലാഫ് ബുംജൈദ് എന്നിവരെ പ്രോഗ്രാം കോർഡിനേറ്റർ മുരളീധരൻ പള്ളിയത്ത് മൊമന്റോ നൽകി ആദരിച്ചു. ബഹ്റിനിലെ പ്രവാസി മലയാളികളുടെ ഓണം ഈദ് ആഘോഷ പരിപാടികൾ ഇനിയും തീർന്നിട്ടില്ല. ഓരോ അവധി ദിനങ്ങളും ആഘോഷമാക്കി മാറ്റുകയാണ് ഇവിടെ. കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ KCA അങ്കണത്തിൽ നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന ആഘോഷ പരിപാടിയിൽ ADGP ഋഷിരാജ് സിംഗ് മുഖ്യാതിഥിയായിരുന്നു. BJP സ്റ്റേറ്റ് സെക്രട്ടറി രാധാകൃഷ്ണ മേനോൻ, തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി അശോക് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളുമായിരുന്നു. KCA അംഗങ്ങളും കുടുംബാംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളും പരിപാടിയിൽ സംബന്ധിച്ചു. 2ാം ദിവസം 2000ഓളം പേർക്കായി ഓണസദ്യ ഒരുക്കി. 28ഓളം വിഭവങ്ങളടങ്ങിയ സദ്യയുണ്ണാൻ നിരവധി അതിഥികളാണ് KCA അങ്കണത്തിലെത്തിയത്. KCA പ്രസിഡന്റ് സാം ആൻസിൽ ഫ്രാൻസിസ്, സെക്രട്ടറി സോവിച്ചൻ ചെന്നാട്ടുശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ബഹ്റൈനിലെ ഓണാട്ടുകര നിവാസികൾ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടന്നു. കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായിരുന്നു. മാവേലിക്കര, ഹരിപ്പാട്, ചെങ്ങന്നൂർ, പന്തളം, കുട്ടനാട് എന്നീ പ്രദേശങ്ങൾ അടങ്ങുന്നതാണ് ഓണാട്ടുകര. നിരവധി കലാപരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. 2500ഓളം പേരാണ് സദ്യ ഉണ്ണാനായി സമാജം ഹാളിലെത്തിയത്. അസോസിയേഷൻ പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള, ഹരീഷ് മേനോൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈനിലെ സാംസ്കാരിക സമിതി ബലിപെരുന്നാൾ വിപുലമായി ആഘോഷിച്ചു. കോൺകോർഡ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് നടത്തപ്പെട്ട പെരുന്നാൾ ആഘോഷത്തിൽ ഫക്രുദ്ദീൻ തങ്ങൾ ഈദ് സന്ദേശം നൽകി. തുടർന്ന് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ ഫിറോസ് നാദാപുരം ഗാനങ്ങൾ ആലപിച്ചു. കലാകാരന്മാർ അവതരിപ്പിച്ച ഒപ്പന, ഗാനമേള, നൃത്തങ്ങൾ, വിവിധ വിനോദ മത്സരങ്ങൾ എന്നിവ ആഘോഷ പരിപാടികൾക്ക് കൊഴുപ്പേകി. സുനിൽ പാപ്പച്ചൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ശൈലേഷ് അധ്യക്ഷനായിരുന്നു. ബാബുരാജൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വത്സരാജ് നന്ദി പ്രകടനം നടത്തി. UAE എക്സ്ചേഞ്ച് ഡെസേർട്ട് സ്കാൻ ബ്രോട്ട് യു ബൈ ക്ഷേത്ര ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. desertscanbh@gmail.com